ഹായ്, എല്ലാവർക്കും ബ്യൂട്ടി ഓഫ് പെറ്റൽസിലേക്ക് സ്വാഗതം. ഇത് ഞാൻ ഷീജയാണേ. ഇന്ന് നമുക്ക് ഒരു പുതിയ വീഡിയോ ആയാലോ? ഇത് നമ്മുടെ മീൻകുളമാണ് കേട്ടോ. അതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ എടുത്തത്. ഇത് കണ്ടോ, ഇതിപ്പോൾ ഞാൻ ഈ പായലെല്ലാം ഒന്ന് അകത്തി നോക്കുകയാണ്. ഇത് നമ്മുടെ പായലെന്ന് പറയും, അതായത് വാട്ടർ ലെറ്റൂസാണ്. ഇതിനകത്തുള്ള നിറയെ മീൻ കുഞ്ഞുങ്ങളുണ്ട്, വലിയ മീനുകളുണ്ട്. ഗപ്പിയും മോളിയുമാണ് ഇതിനകത്തുള്ള കിടക്കുന്നത്. നിറയെ കുഞ്ഞുങ്ങളും ഉണ്ട് കേട്ടോ. അതിനകത്തുള്ള നിറയെ വലിയ മീനുകളും ഉണ്ട്. ഗപ്പിയും മോളിയൊക്കെ ആണെങ്കിൽ വലുതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഭയങ്കര ചൂടാണ് ഇവിടെ. ആ ചൂടിലും ഇത് പുറത്താണ് പിന്നെ ഈ ടാങ്ക് വെച്ചിരിക്കുന്നത്. ഇതിനധികം ചൂടടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലെറ്റ്യൂസ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനകത്തിൽ ആമ്പലും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ നല്ല വേരിങ്ങനെ ഉള്ളിലോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഈ അടിയിൽ മീൻ കിടക്കുവാണെങ്കിൽ ഇതിന് നല്ല ചൂടടിക്കത്തില്ല. പകൽ സമയത്തൊക്കെ നല്ലവണ്ണം ഈ വെള്ളം ചൂടാകും കേട്ടോ. പക്ഷേ മീനൊന്നും ഇതുവരെയും കുഴപ്പമൊന്നും വന്നിട്ടില്ല. ഞാൻ ഇടയ്ക്ക് ഈ പായലൊക്കെ ഒന്ന് എടുത്തിട്ട് ഇതിൻ്റെ ഈ വേരെല്ലാം ഒന്ന് മുറിച്ച് കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ അത് അകത്ത് കിടക്കുന്ന ചെടിയുടെ വളമെല്ലാം വലിച്ചെടുക്കും. അധികം വളമൊന്നും ഇട്ട് കൊടുക്കത്തില്ല. ഈ മീൻ കിടക്കുന്നതുകൊണ്ട് ചാണകപ്പൊടി മിക്സ് ചെയ്ത് ആണ് ഈ ചെടിയെല്ലാം ഞാൻ നട്ടിരിക്കുന്നത്. അല്ലാതെ വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മീനത് ചത്തുപോകും. അതുകൊണ്ടാണ്. കണ്ടോ, മഞ്ഞ മീനൊക്കെ ഓടുന്നുണ്ടോ? പല കളറുണ്ട് കേട്ടോ അതിനകത്തുള്ള. ഗപ്പിയൊക്കെയാണെങ്കിൽ നല്ല പിന്നെ വാലൊക്കെ ഇങ്ങനെ പല ഡിസൈനിൽ ഉള്ള ടൈപ്പാണ്. ഇതിന് നേരത്തെ ഞാൻ കുളവാഴ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കുളവാഴ എൻ്റെ വേരിങ്ങനെ നീണ്ടു വരുന്ന സമയത്ത് മീൻ അതിനകത്തിൽ കുടുങ്ങി ചത്തു പോകാറുണ്ട്. അതുകൊണ്ട് ഇപ്പം ഞാൻ ആ കുളവാഴയെല്ലാം വാരി മാറ്റിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ലെറ്റ്യൂസ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നമ്മൾ 2 ദിവസം കൂടുമ്പോഴാണ് ഫുഡ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്തിൽ പിന്നെ ഈ ഗപ്പി കിടക്കുന്നത് കൊണ്ട് ഇതിനകത്തിൽ കൂത്താടിയൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. എല്ലാവരും പറയും മുറ്റത്ത് ഗപ്പി ഉണ്ടെങ്കിലും അതിനകത്തിൽ കൂത്താടി വളരും എന്ന് പറയും. പക്ഷേ ഇതിനകത്തിൽ ഗപ്പി മോളി ഉള്ളത് കൊണ്ട് കൂത്താടിയൊന്നും ഇതിനകത്തിൽ വളരത്തില്ല. കണ്ടോ, കറുത്ത മീനൊക്കെ ഉണ്ട് കണ്ടോ. പല ഡിസൈൻ ഉണ്ട് കേട്ടോ. ഹാഫ് പിന്നെ ബ്ലാക്കും ഹാഫ് യെല്ലോവുമായിട്ടുള്ള 2-3 ടൈപ്പ് ഉണ്ട് കേട്ടോ ഇതിനകത്തിൽ. നിങ്ങൾക്കും ഇങ്ങനെ വളർത്തുവാണെങ്കിൽ നമുക്ക് ആണെങ്കിൽ ഒരു സന്തോഷമാണ്. സമയം പോകുന്നതൊന്നും അറിയുകയില്ല. എനിക്കാണെങ്കിൽ ഞാൻ ഇൻഡോറും ഉണ്ട് എനിക്ക്. ഇത് പിന്നെ ഞാൻ ഔട്ട്ഡോറായിട്ടാണ് വളർത്തുന്നത്. ഞാൻ ഇൻഡോർ ഇട്ട് കഴിഞ്ഞപ്പം ഇതിൽ കുറേ മീനൊക്കെ ചത്തുപോയായിരുന്നു. പക്ഷേ ഔട്ട്ഡോർ ആയി കഴിഞ്ഞപ്പം ഇതിനൊന്നും കുഴപ്പം പറ്റുന്നില്ല. ഇത്രയും ചൂടായിട്ടും അത് സർവൈവ് ചെയ്യുന്നുണ്ട് നല്ലതുപോലെ. ഇതൊക്കെ പച്ചക്കറിയുടെ ഭാഗങ്ങളാണ് ബാക്കി കേട്ടോ. നേരത്തെ കുറേ ചൂടത്തൊക്കെ ഉണങ്ങിപ്പോയിരുന്നു. അതിനിടയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്, അധികം വെയിലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ചുറ്റിനും ചെടിയുണ്ട് കേട്ടോ. തെച്ചിയും മുല്ലയും അതുപോലെ തന്നെ വഴുതനയും കറിവേപ്പും ഇതിൻ്റെ എല്ലാം ഇടയ്ക്കായിട്ടാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. നമ്മൾ കഴിവതും ചൂട് കുറച്ച് അടിക്കട്ടെ എന്നുള്ള രീതിയിലാണ് വെച്ചിരിക്കുന്നത്. പകലൊക്കെ നല്ല ചൂടാണ് കേട്ടോ. ഇത് കണ്ടോ, നല്ല ഇത്രയും ലെറ്റ്യൂസ് ഇതിനകത്തിൽ വേര് വന്നിട്ടുണ്ട്. ഈ വേരാണ് ഞാനിങ്ങനെ മുറിച്ച് കൊടുക്കുന്നത്. എന്നാ വലിപ്പം വരുന്ന ലെറ്റ്യൂസ് ആണെന്നറിയാം. കാരണം ഒരെണ്ണമൊക്കെ ഭയങ്കരമായിട്ട് വലിപ്പം വരും. ഈ ഫുഡാണ് ഞാൻ കൊടുക്കുന്നത്. ബേസിക് ഫ്ലേക്സ് ആണ്. ഇത് ഞാൻ 2 ദിവസം കൂടുമ്പോഴാണ് ഞാൻ ഫ്ലേക്സ് കൊടുക്കുന്നത്. ഇത്രയൊക്കെ എടുത്തിട്ട് കൊടുക്കും. ഇത് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് ഞെരടിയിട്ടാണ് കൊടുക്കുന്നത്. കാരണം കുഞ്ഞുങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ ഇനി ഞാൻ കാണിക്കാം ഇത് പൊങ്ങി വരുന്നതൊക്കെ കേട്ടോ. ഇതിപ്പോൾ എല്ലാം മേളിൽ വന്ന് ഓരോന്നോരോന്നായിട്ട് എല്ലാം പെറുക്കി എടുത്തിട്ട് പോകും. നമുക്ക് 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം ഇങ്ങനെ കയറി വരുന്നത് കാണാം. ഓടുന്ന കണ്ടോ. ഇപ്പം വന്ന് ഈ ഫുഡെല്ലാം എടുത്തിട്ട് പോകും കേട്ടോ. എൻ്റെ സമയമൊക്കെ ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടാണ് കളയുന്നത്. കാരണം നമ്മൾ ഇപ്പം പിന്നെ പുറത്ത് താമസിക്കുന്ന നമുക്ക് അധികം എൻ്റർടൈൻമെൻ്റ് ഒന്നുമില്ല. ഇതൊക്കെ ആ സമയത്ത് ചെടികളും മീനുകളുമൊക്കെ ആ സമയത്ത് നമുക്ക് സമയം നല്ലതുപോലെ പോകും. നമുക്കൊരു സമാധാനമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സന്തോഷമാണ് നമുക്കിത് ചെയ്യുന്ന കാര്യത്തിൽ. ഞാനിതൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും നിറയെ ചെടികൾ വളർത്തുന്നുണ്ട്. കണ്ടോ, ഇത് ഞങ്ങളുടെ പൂച്ചയാണ് കേട്ടോ.
ഇത് ഇവിടെയുള്ളൊരു പൂച്ചക്കുഞ്ഞാണ്. നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഓടി വരും. ഈ ചെടിയുടെ ഇടയിലാണ് കിടക്കുന്നത്, കാരണം ചൂടല്ലേ, തണുപ്പ് പറ്റി കിടക്കും. ഒരു കറുത്ത പൂച്ചക്കുഞ്ഞാണ്. ഓരോന്നോരോന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ടുള്ള തിരക്കിലാണ്. ഇതാണ് ആ ക്യാൻ കേട്ടോ. ഭയങ്കര കട്ടിയുള്ള ക്യാനാണ്, വലിയ ക്യാൻ വരുന്നില്ലേ, ആ ക്യാൻ മുറിച്ചിട്ടാണ് ഞാനിങ്ങനെ വെച്ചിരിക്കുന്നത്. ഇതിനകത്തിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് അതിങ്ങനെ നീക്കി എടുക്കുന്നത്. അതായി കിടക്കുന്നതൊക്കെ ആമ്പലാണ് കണ്ടോ. ആ ഇലയിൽ പൊട്ടിക്കിളിർത്ത് ആമ്പലിൻ്റെ തൈ കിളിർത്ത് വന്നിരിക്കുകയാണ്. അത് ഡ്യൂബൻ്റെ തൈയാണ്. ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇലയിൽ നിന്ന് കിളിക്കുന്ന ഈ ആമ്പൽ ഏതാണെന്ന്. അത് ഈ VP പൈറസ് ആണിത്. ഇലയിൽ നിന്നും പൂവിൽ നിന്നുമൊക്കെ കിളിർത്ത് വരുന്നതാണ്. ഇതിൻ്റെ പേര് ഡ്യൂബൻ എന്നാണ്. കണ്ടോ മീൻ കിടന്ന് ഓടുന്ന കണ്ടോ. നിറയെ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. ഇതേണ്ട ഇങ്ങനെ പുള്ളിയുള്ളതൊക്കെ ഉണ്ട്, ഒറ്റ കളറുണ്ട്, 2 കളറ് മിക്സ് ഉള്ളതുണ്ട്. എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് ഇങ്ങനെ ചൂട് സമയത്ത് ഇതിങ്ങനെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ചത്തു പോകത്തില്ലയോ എന്ന്. പക്ഷേ ഞാനിത് ഈ ലെറ്റൂസ് ഇട്ടത് കൊണ്ടായിരിക്കാം അധികം ഉള്ളിലോട്ട് ചൂടടിക്കത്തില്ല. പിന്നെ തന്നെയല്ല, ഇതിനടിയിൽ ചട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ആമ്പലിൻ്റെ കൃഷിയുണ്ട് ഇതിനകത്തുള്ള. ആമ്പൽ ഞാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തുള്ള നിറയെ പൂവൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം ഇത് ചട്ടിയുടെയൊക്കെ ഇടയിൽ കിടക്കുന്നതുകൊണ്ടായിരിക്കാം അധികം ചൂടടിക്കാറില്ല ഇതുങ്ങൾക്ക്. ഇവിടെയൊക്കെ നല്ല ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ 52 ഡിഗ്രിയൊക്കെ വരുന്ന ചൂട് ഉണ്ട് കേട്ടോ. ആ ചില സമയങ്ങളിലൊക്കെ 52 ഡിഗ്രി ഉണ്ട്. നല്ല ഹ്യൂമിഡിറ്റിയാണ്. ഇപ്പം ഈന്തപ്പഴത്തിൻ്റെ സമയമാണ്. അപ്പോൾ ഈന്തപ്പഴം പഴുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഹ്യൂമിഡിറ്റി ഉള്ള ടൈമാണ്. പൂച്ച വന്നിങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. ആ ക്യാൻ മുറിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ ദൂര കാഴ്ചയാണിത് കേട്ടോ. എങ്ങനെയാണ് ഞാനിത് ചെടിക്കിടയിൽ വെച്ചിരിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെടികൾക്കിടയിലാണ് ഞാൻ ഇത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് വെയിൽ കിട്ടുന്ന സമയത്ത് അങ്ങ് കിട്ടും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആ വെയിലൊന്ന് മാറിപ്പോകും. അപ്പോഴത്തേനും ആ വെള്ളം അങ്ങ് തണുക്കും. അപ്പോൾ എൻ്റെ മീനെയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇവിടെ ആണെങ്കിൽ മീനൊക്കെ നല്ല വിലയാണ് കേട്ടോ. ഒരു നാട്ടിലത്തെ ഒരു 150 രൂപയൊക്കെ വരും ഒരു മീന്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ നമ്മുടെ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ, എന്നെ സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്